ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഉത്സവ ഗാനങ്ങളിലെ പൊന്നോണ തരംഗിണി എന്ന് പറഞ്ഞ ആൽബമാണ്. നമ്മുടെ ദാസേട്ടൻ പാടിയ പാട്ടുകളിലെ ഏറ്റവും ഹിറ്റായ പാട്ടുകളിൽ കുറച്ച് പാട്ടുകൾ ഈ പൊന്നോണ തരംഗിണി എന്ന് പറഞ്ഞ ആൽബത്തിലുണ്ട്. സംഗീതം രവീന്ദ്ര മാഷാണ്, രചിച്ചിട്ടുള്ളത് ശ്രീകുമാരൻ തമ്പി സാറാണ്. ഓണത്തിൻ്റെ പ്രകൃതിയും പ്രണയവും നാട്ടിൻപുറത്തിൻ്റെ ഭംഗിയും ഓർമ്മകളും ഉത്സവത്തിൻ്റെ ആവേശവുമൊക്കെ ചേർത്ത 8 മനോഹര ഗാനങ്ങളാണ് ഈ പൊന്നോണ തരംഗിണിയിൽ നമുക്ക് വേണ്ടി അവതരിപ്പിച്ചിട്ടുള്ളത്. നല്ല രസകരമായ പാട്ടുകളാണ്. എല്ലാ പാട്ടുകളും നിങ്ങൾ കേട്ടിട്ടുണ്ടാവുന്ന കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട്. ആദ്യത്തെ ഒരു പാട്ട് ഞാൻ പാടാം. മണ്ണിൻ മണമീണമാക്കും മലയാളത്തത്തമ്മേ ഓണവില്ലിൻ നാദം കേൾക്കൂ ഓമനക്കിളിയമ്മേ. മണ്ണിൻ മണമീണമാക്കും മലയാളത്തത്തമ്മേ ഓണവില്ലിൻ നാദം കേൾക്കൂ ഓമനക്കിളിയമ്മേ. ഈ മണ്ണിൻ മണം എന്ന് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ഓണത്തിൻ്റെ മണമാണ്. ഓണത്തിൻ്റെ മണം എന്ന് വെച്ചാൽ പൂക്കളുടെ മണം, ഓണക്കോടിയുടെ മണം, ഓണസദ്യയുടെ മണം, അങ്ങനെ മുല്ലപ്പൂവിൻ്റെ മണം, പല പല മണങ്ങളായിട്ട് സമ്മിശ്രമാണ് ഈ ഓണത്തിൻ്റെ ആഘോഷവും. ഇങ്ങനെ പൂക്കളുടെയും സദ്യയുടെയും ഓണക്കോടിയുടെയും മണത്തിന് പുറമേയുള്ളൊരു മണമാണ് മണ്ണിൻ മണം. പുതുമഴ പെയ്യുമ്പോൾ ഉണ്ടാകുന്ന മണ്ണിൻ്റെ ഒരു മണമുണ്ട്. അല്ലാതെ തന്നെ വയലിൻ്റെ മണം, നാട്ടുവഴിയുടെ മണം, അങ്ങനെ പല പല മണങ്ങളും കൂടിയിട്ടുള്ളതാണ്. മണ്ണിൻ മണമീണമാക്കും മലയാളത്തത്തമ്മേ ഓണവില്ലിൻ. അടുത്ത പാട്ട്. മുടിപ്പൂക്കൾ വാടിയാലെന്തോ മനെ നിന്റെ ചിരിപ്പൂക്കൾ വാടരുതെന്നോ മനെ. മുടിപ്പൂക്കൾ വാടിയാലെന്തോ മനെ നിന്റെ ചിരിപ്പൂക്കൾ വാടരുതെന്നോ മനെ. മുഖമൊട്ടു തളർന്നാലെന്തോ മനെ നിന്റെ മനം മാത്രം ആഴ്കരുതെന്നോ മനെ. മുഖമൊട്ടു തളർന്നാലെന്തോ മനെ നിന്റെ മനം മാത്രം ആഴ്കരുതെന്നോ മനെ. മുടിപ്പൂക്കൾ വാടിയാലെന്തോ മനെ നിന്റെ ചിരിപ്പൂക്കൾ വാടരുതെന്നോ മനെ. ഈ ഓണപ്പാട്ടുകളിൽ പ്രകൃതിയുടെ സൗന്ദര്യം മാത്രമല്ല, മനുഷ്യൻ്റെ വികാരം കൂടി കടന്നു വരുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് മുടിപ്പൂക്കൾ വാടിയാലെന്തോ മനെ എന്നുള്ള പാട്ട്. കങ്കണമുടഞ്ഞാലെന്തോ മനെ നിന്റെ കൊഞ്ചലിൻ വളക്കിലുക്കം പോരുമേ. കിലുങ്ങുന്ന കൊലുസെന്തിനോ മനെ നിന്റെ പരിഭവത്തിനോ കണ്ണീർ പോരുമേ. കങ്കണമുടഞ്ഞാലെന്തോ മനെ നിന്റെ കൊഞ്ചലിൻ വളക്കിലുക്കം പോരുമേ. കിലുങ്ങുന്ന കൊലുസെന്തിനോ മനെ നിന്റെ പരിഭവത്തിനു കണ്ണീർ പോരുമേ. തമ്പിസാറിൻ്റെ വരികൾ ഒന്നും പറയാനില്ല, അത്ര ഗംഭീരമായിട്ടുള്ള വരികളാണ്. ഗംഭീരമായിട്ടുള്ള വരികൾ. തമ്പിസാറിൻ്റെ രചനയെ പറ്റി പുകഴ്ത്തല്ല, അത് തമ്പിസാറിൻ്റെ കവിതാരചന അല്ലെങ്കിൽ തമ്പിസാറിൻ്റെ പാട്ട് എഴുത്തുന്ന പറഞ്ഞാൽ മികച്ചതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അതിനെ പുകഴ്ത്തല്ല. പക്ഷേ ഈ പാട്ട് ഗംഭീരമായിട്ടുണ്ട്. അടുത്തത്, നമ്മൾ കഴിഞ്ഞ ആൽബങ്ങളിൽ നമ്മൾ പറഞ്ഞിരുന്നു, എല്ലാ ആൽബങ്ങളിലും ഒരു വിരഹഗാനം എന്ന് വെച്ചാൽ ഒരു നൊമ്പരപ്പെടുത്തുന്ന ഒരു ഗാനം കേൾക്കാറുണ്ട്. അതിലൊരു പാട്ടാണ് ഇപ്പം ഞാൻ പാടാൻ പോണത്. തോണിക്കാരനും അവൻ്റെ പാട്ടും കൂടണഞ്ഞു തേങ്ങിത്തളർന്നൊരു ചെറുമക്കുടിലിൻ വിളക്കണഞ്ഞു. നിറയുമോർമകൾ എൻ്റെ നെഞ്ചിൽ നിനക്കും എനിക്കും ഉറക്കമില്ലല്ലോ കായലേ കായലേ വൈക്കം കായലേ. തോണിക്കാരനും അവൻ്റെ പാട്ടും കൂടണഞ്ഞു തേങ്ങിത്തളർന്നൊരു ചെറുമക്കുടിലിൻ വിളക്കണഞ്ഞു. നിറയുമോർമകൾ എൻ്റെ നെഞ്ചിൽ നിനക്കും എനിക്കും ഉറക്കമില്ലല്ലോ കായലേ കായലേ വൈക്കം കായലേ. തോണിക്കാരനും അവൻ്റെ പാട്ടും കൂടണഞ്ഞു തേങ്ങിത്തളർന്നൊരു ചെറുമക്കുടിലിൻ വിളക്കണഞ്ഞു.
മുഴുവനായിട്ടുള്ള പാട്ട് കേട്ട് കഴിയുമ്പോൾ നമുക്ക് മനസ്സിൽ വല്ലാത്തൊരു വിങ്ങലുണ്ടാവും. അത് വെറുതെ പറയാല, നിങ്ങളൊന്ന് കേട്ട് നോക്കിയാൽ നിങ്ങൾക്കത് അറിയാൻ പറ്റും. അടുത്ത പാട്ട് നല്ല രസമുള്ള പാട്ടാണ്. പാൽ നിരപ്പൂ പുഞ്ചിരി തൂകി, പാൽ നിരപ്പൂ പുഞ്ചിരി തൂകി, പൂമകളെ വാ എൻ പൂമകളെ വാ, പൂവെറുത്ത് പൂ നിറച്ച് പൂപ്പട കൂട്ടി പൂവട ചുട്ട് ഒന്നിച്ചിരുന്ന് ഒന്നായി ചിരിച്ച് ഓണമുണ്ണാൻ വാ, പൊന്നോണമുണ്ണാൻ വാ വാ, പാൽ നിറപ്പൂ പുഞ്ചിരി തൂകി, പൂമകളെ വാ എൻ പൂമകളെ വാ, പൂവിരുത്ത് പൂപറിച്ച് പൂപ്പട ചുട്ടി പൂവട ചുട്ട് ഒന്നിച്ചിരുന്ന് ഒന്നിച്ചിരിച്ച് ഓണമുണ്ണാൻ വാ, പൊന്നോണമുണ്ണാൻ വാ വാ. അടുത്ത പാട്ട് എല്ലാവരും കേട്ടിട്ടുണ്ടാവും. പാതിരാമയക്കത്തിൽ പാട്ടൊന്നു കേട്ടേ, പല്ലവി പരിചിതമല്ലോ, പാതിരാമയക്കത്തിൽ പാട്ടൊന്നു കേട്ടേ, പല്ലവി പരിചിതമല്ലോ, ഉണർന്നപ്പോഴാ സാന്ദ്രഗാനം നിലച്ചു, ഉണർത്തിയരാ കിളിയെവിടെ എവിടെ, പാതിരാമയക്കത്തിൽ പാട്ടൊന്നു കേട്ടേൻ, പല്ലവി പരിചിതമല്ലോ. ഇതിൻ്റെ അനുപല്ലവിയും ചരണമാണ് കുറച്ചുകൂടി രസകരമായിട്ടുള്ള. പഴയൊരു ത്രാടത്തിൻ പൂവിളിയുയരുന്നു, പാതി തുറക്കുമെൻ സ്മൃതിയിൽ, പഴയൊരു ത്രാടത്തിൻ പൂവിളിയുയരുന്നു, പാതി തുറക്കുമെൻ സ്മൃതിയിൽ, ദീപങ്ങൾക്കിടയിൽ വേറിട്ടു നിൽക്കുമാ ദീപം നിൻമുഖമല്ലോ, കുയിലായി മാറിയ കുവലയലോചനേ, ഉണർത്തുപാട്ടായെന്നോ വീണ്ടും നീ, ഉണർത്തുപാട്ടായെന്നോ വീണ്ടും, പാതിരാമയക്കത്തിൽ. രാത്രിയുടെ ഭാവമാണ് മനസ്സിൽ കൂടുതലുണ്ടാവുക ഈ പാട്ട് കേൾക്കുമ്പോൾ. മനസ്സൊന്ന് പതുക്കെ ശാന്തമാകുമ്പോൾ കേൾക്കാൻ പറ്റിയ പാട്ടാണത്. അത്ര ഗംഭീരമായിട്ടുള്ള പാട്ടാണ്. നമ്മൾ എന്തായാലും ആസ്വദിക്കാൻ പറ്റിയ പാട്ടാണ്. നിങ്ങൾ എന്തായാലും ആസ്വദിച്ചിട്ടുള്ള പാട്ടുമാണത്. പൂക്കളം കാണുന്ന പൂമരം പോലെ നീ പൂമുഖ തിണ്ണയിൽ നിന്നു, പൂക്കളം കാണുന്ന പൂമരം പോലെ നീ പൂമുഖ തിണ്ണയിൽ നിന്നു, വീതിക്കസവുള്ള വീരാളിപ്പട്ടിൽ നിൻ പൂമേനി പൊന്നായി മിന്നി, നിന്റെ പൂമേനി പൊന്നായി മിന്നി, പൂക്കളം കാണുന്ന പൂമരം പോലെ നീ പൂമുഖ തിണ്ണയിൽ നിന്നു. വിരഹമുണ്ട്, പ്രണയമുണ്ട്, നൊസ്റ്റാൾജിയുണ്ട്, പല പല ഭാവങ്ങളുള്ള ഒരു പാട്ടാണത്. പൂവണി പൂവണി ഓരോന്നും പിന്നെ നിൻ പൂമുഖഭാവവും കണ്ടും, നിന്റെ കയ്യിൽ നിന്നും പണ്ടു ഞാൻ നേടിയ പൂവട തൻ രുചിയോർത്തും, പൂവണി പൂവണി ഓരോന്നും പിന്നെ നിൻ പൂമുഖഭാവവും കണ്ടും, നിന്റെ കയ്യിൽ നിന്നും പണ്ടു ഞാൻ നേടിയ
പൂവട തൻ രുചിയോർത്തും മുറ്റത്തു നിന്നു ഞാൻ തമ്പുരാട്ടി മുഗ്ധമീ കാഴ്ച തന്നെയൊരോണം മുറ്റത്തു നിന്നു ഞാൻ തമ്പുരാട്ടി മുഗ്ധമീ കാഴ്ച തന്നെയൊരോണം കാലത്തിൻ കോലത്താൽ വേർപിരിഞ്ഞോർ നമ്മൾ കാണുകയായി താ വീണ്ടും. വിരഹമുണ്ട് ഈ പാട്ടിൽ, ചെറിയൊരു പ്രണയ നൈരാശ്യമുണ്ട് ഈ പാട്ടിൽ. എന്തായാലും എന്തായാലും ഈ വികാരങ്ങളൊക്കെ വളരെ അത്യാവശ്യങ്ങളാണല്ലോ. ഇപ്പം നമ്മുടെ മനുഷ്യ ജീവിതത്തിൽ ഈ വികാരങ്ങളൊക്കെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഈ പാട്ടും നിങ്ങൾ എന്തായാലും കേട്ടിരിക്കേണ്ടതാണ്. ചിങ്ങവയൽ കിളി മംഗല്യ പൈങ്കിളി സ്വർണം വിളയുന്ന കാലമായി ചുണ്ടിൽ ചിരി തൂകി നെഞ്ചിൽ കൊതിയൂരി കൊഞ്ചിക്കുഴയുവാൻ നേരമായി. ചിങ്ങവയൽ കിളി മംഗല്യ പൈങ്കിളി. ഒരു വയലിലൂടെ നടന്നു വരുമ്പോൾ ഈ പാട്ട് കേട്ട് എങ്ങനെ ഉണ്ടാവും? അല്ലെങ്കിൽ നമ്മൾ വയലിലൂടെ നടന്ന് പോകുമ്പോൾ ഈ പാട്ട് പാടുകയാണെങ്കിൽ എങ്ങനെ ഉണ്ടാവും? അല്ലെങ്കിൽ ഈ പാട്ട് നമ്മൾ ഓർക്കുമ്പോൾ നമ്മളൊരു വയലിൽ കുറച്ച് ആളുകൾ നടന്നു പോകണതോ അല്ലെങ്കിൽ ഒരു കാമുകനും കാമുകയും നടന്നു പോകണതോ നമുക്ക് വിഷ്വലൈസ് ചെയ്യാൻ പറ്റുന്നില്ലേ? അതല്ലേ ഈ പാട്ടിൻ്റെ പ്രത്യേകത. അടുത്തത് ഒരു എനർജി ബൂസ്റ്റർ പാട്ടാണ്. ഉയരുകയായി സംഘഗാന മംഗളഘോഷം, ഉയരുകയായി മലയാളമായിക ഘോഷം, ധീരകേരളം ജയിപ്പു വീരകേരളം, പഞ്ചവാദ്യമുഖരിതം ഹരിതവർണ്ണശോഭിതം കേരളം കേരളം. നമ്മൾ ഓരോ ഓണക്കാലം വന്ന് പോകുമ്പോഴും നമ്മൾ എപ്പോഴും ആലോചിക്കുന്ന ഒരു കാര്യമാണ്, കഴിഞ്ഞ തവണത്തെ ഓണം ഇതിൽ നന്നായിരുന്നു, അല്ലെങ്കിൽ കഴിഞ്ഞ തവണത്തെ ഓണം ഇത്ര വന്നില്ല എന്ന് നമ്മളൊരു അസസ്മെൻറ്റ് നടത്താറില്ലേ? ശരിയല്ലേ? ഈ പാട്ടുകളാൽ റിച്ചായിരുന്നു ആ വർഷത്തെ ഓണക്കാലം. ഈ വർഷം നമുക്ക് എങ്ങനെയായിരിക്കും? അപ്പോൾ ശരി, ആലോചിക്കുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ ബൈ, താങ്ക് യു, നാളെ കാണാം.